ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നാം ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അഡ്വക്കേറ്റ് ആളൂർ അന്തരിച്ചു എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ആളൂർ അന്തരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ കേരളത്തിലുള്ള മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം ഉളവാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് മുറിവേറ്റ അമ്മമാരുടെ ഹൃദയങ്ങളിൽ അത് വലിയ സന്തോഷവും സമാധാനവും കൊടുക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് പല വാർത്താ ചാനലുകളുടെ പ്രക്ഷേപണങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് അഡ്വക്കേറ്റ് ആളൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അദ്ദേഹം വാദിച്ച അനേക കേസുകളും പ്രത്യേകിച്ച് ഈ നാളുകളിൽ അദ്ദേഹം എടുത്ത കേസുകളെല്ലാം വളരെ കൊടും ക്രിമിനലുകളുടെ കേസുകളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സിറ്റിംഗ് അദ്ദേഹം വാങ്ങിയിരുന്നത് ലക്ഷങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് വാർത്താ ചാനലുകളിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂകളിലെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊടും ക്രിമിനലുകളുടെ ഒരു ആശാ കേന്ദ്രമായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ എന്നുള്ളത്. ഒരു ക്രിമിനൽ ലോയർ ആയിരുന്ന അദ്ദേഹം കൊടും ക്രിമിനലുകളെ എപ്പോഴും സ്വാഗതം ചെയ്യുവാൻ തക്കണം ഒരുക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഗോവിന്ദസ്വാമിക്ക് ഒരുക്കിയിരുന്ന കൊലക്കയറിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ രക്ഷിക്കുവാനായിട്ട് സുപ്രീം കോടതി വരെ പോയി ആ കൊലക്കയറ് ഊരിയ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പേര് കേട്ട ഒരു അഭിഭാഷകനാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. വിവാദപരമായ എല്ലാ കേസുകളിലും അദ്ദേഹം തലയിട്ടിട്ടുണ്ട്. അനേക ആളുകൾ ഇദ്ദേഹത്തെ ശപിച്ചിട്ടുണ്ടാകുമെന്ന് അങ്ങനെയും ചില വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. അനേകരുടെ പ്രാക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പെട്ടെന്നുള്ള ഒരു മരണത്തിന് കാരണമെന്നെല്ലാം അനേക ആളുകളും പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം വൃക്കരോഗം മൂലം ലിസി ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ക്രിമിനലുകളുടെ വാങ്ങിയ ലക്ഷങ്ങളെല്ലാം അവിടെ ചെലവായി എന്നല്ല അനേക വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. TV വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വക്കീലിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് തിരയുകയുണ്ടായി, ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയുണ്ടായി. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്ക് നിയമപരമായ സഹായം നൽകുക എന്നത് അയാളുടെ കടമയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹം കുറ്റം തെളിയിക്കുന്നത് വരെ നിരപരാധിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. നീതികെട്ടവന് വേണ്ടി ഒരു വക്കീൽ വാദിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് ആ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ന്യായമായ അവകാശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് ഒരു വക്കീലിന്റെ ധർമ്മം എന്നുള്ളത്. നമ്മുടെ നിയമവ്യവസ്ഥയും തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് ഒരു കുറ്റവാളിക്ക് വക്കീലിന്റെ സഹായം നിഷേധിക്കപ്പെട്ടാൽ അത് നീതിയുടെ ലംഘനമാകും. എല്ലാ പൗരന്മാർക്കും നിയമപരമായ അവകാശങ്ങളുണ്ട്. അത് സംരക്ഷിക്കാൻ വക്കീലന്മാർക്ക് കടമയുമുണ്ട്. കുറ്റാരോപിതനായ വ്യക്തി കുറ്റക്കാരനല്ല എന്ന് വാദിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് തെളിവുകൾ നിയമപരമായി ശേഖരിക്കുകയും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും പ്രതിക്ക് അവന്റെ ഭാഗം പറയാനുള്ള അവസരം ലഭിക്കുകയും വേണമെന്നാണ് ഒരു വക്കീലിന്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്നാൽ തെറ്റായ തെളിവുകൾ ഉണ്ടാക്കുകയും സത്യം മറച്ചു വെക്കുവാനോ ഒരിക്കലും ഒരു വക്കീലിനെ സംബന്ധിച്ച് പാടുള്ള കാര്യമല്ല. സൗമ്യ വധക്കേസ്, അതുപോലെ തന്നെ ജിഷ വധക്കേസ്, കൂടത്തായി കൊലപാതക പരമ്പര, ഇലന്തൂർ നരബലി കേസ്, ഇങ്ങനെയുള്ള അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി പ്രതിക്ക് വേണ്ടി വാദിച്ചത് ഈ അഡ്വക്കേറ്റ് ആളൂർ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആളൂരിന്റെ കക്ഷികൾ പലപ്പോഴും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. കൊടും കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. അനേക ഇന്റർവ്യൂകളിലെല്ലാം അത് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. കോടതിയും അദ്ദേഹത്തെ ചില സന്ദർഭത്തിൽ താക്കീത് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച വാർത്ത കേൾക്കുമ്പോൾ മുറിവേറ്റ ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ അമ്മമാരെ, അതുപോലെ നിരപരാധികളായ മനുഷ്യർ, അവരുടെ വികാര പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവഴുത്തിലെ 1-2 വാക്യങ്ങൾ കൂടി വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. സാധുക്കളായ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് ഒരു വക്കീലിന്റെ കടമയാണ്, ധർമ്മമാണ്. അത് ഒരിക്കലും മറിച്ചു കളയാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ദൈവം പറയുകയാണ്, ഞാൻ ന്യായവിധിക്കായിട്ട് നിങ്ങളോട് അടുത്തു വരും. ഏറ്റവും വലിയ ന്യായാധിപതി എന്ന് പറയുന്നത് നമ്മുടെ സർവശക്തനായ ദൈവം തന്നെയാണ്. അവന്റെ മുമ്പിൽ ഒരു കൃത്രിമത്വവും നടക്കുകയില്ല. പണം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ന്യായം മറിച്ചു കളയാൻ അവന്റെ അടുക്കൽ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. അവിടെ പറയാണ്, ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന്
കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ കോടതിയിൽ ഈ കുറ്റമൊന്നും മറച്ചു കളയുവാനോ അല്ലെങ്കിൽ ന്യായം മറച്ചു കളയാനോ ഒന്നും സാധിക്കില്ല. ദൈവം ഇവിടെ വെച്ച് തന്നെ അതിന് പല തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദൈവം നീതിയുള്ളവനാണ്, അവൻ ന്യായം മറിച്ചു കളയുന്നവനല്ല. അവന്റെ കോടതിയിൽ നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം. ഒരിക്കലും അവൻ ന്യായത്തെ മറിച്ചു കളയില്ല. നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ മേൽ അവൻ ഒരിക്കലും ഭൂരിപക്ഷം നോക്കിയിട്ടോ പണക്കാരനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യത്തെ നോക്കിയിട്ടോ ഒന്നും അവൻ കൂടെ നിൽക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നീതിയോടെ ന്യായം ഇരിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നാം ദൈവകരങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തന്നെ ന്യായം ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ന്യായം മറിച്ചു കളയപ്പെടുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ നീതിയോടെ ന്യായം വിരിക്കുന്ന ഒരു ദൈവമാണ്. ഈ ഭൂമിയിൽ ആരും നിനക്ക് തുണയായിട്ട് നിന്നില്ല എങ്കിലും ഭൂരിപക്ഷം ആളുകൾ ചേർന്ന് നിന്റെ ന്യായം മറിച്ചു കളഞ്ഞാലും നീതിയോടെ ന്യായം വിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ന്യായം അത് മറിച്ചു കളഞ്ഞാൽ അതിനുവേണ്ടി കുറെ ആളുകൾ, കുറെ പണക്കാരോ കുറെ ഉയർന്ന അധികാരത്തിലുള്ളവരോ ശ്രമിച്ച് നിന്റെ ന്യായത്തെ മറിച്ചു കളയാൻ ശ്രമിച്ചാലും അതിൻ്റെ മേലെ ഉന്നതനായ ഒരു ഭരണാധികാരിയുണ്ട്, സർവശക്തനായ ദൈവം. അവൻ നിനക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ന്യായം നടത്തി തരുന്ന ഒരു ദൈവമാണ്. എൻ്റെ ജീവിതത്തിലെ അനേക കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ നീതിയുള്ള ദൈവമാണ്. അവൻ അനാഥന്റെയും വിധവയുടെയും പരദേശിയുടെയും ന്യായം മറിച്ചു കളയാതെ നീതിയോടെ ന്യായം നടപ്പാക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ നീതിയുള്ള ന്യായാധിപന്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ന്യായം നിഷേധിക്കപ്പെട്ടാലും നീതി നിഷേധിക്കപ്പെട്ടാലും കർത്താവെ, അങ്ങയുടെ കോടതിയിൽ നീതിയും ന്യായവും ഉണ്ട്. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. അങ്ങ് നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അനാഥരുടെയും പരദേശിയുടെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവനെ അവിടെ നീ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷിക്കുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ദൈവമേ, നീതിയോടും ന്യായത്തോടും പരമാർത്ഥത്തോടും കൂടി നടക്കുവാൻ തക്കോണം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.